അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് അവസാനമായിട്ട് അവൾ പറഞ്ഞത് എങ്ങനെയൊക്കെയാണെങ്കിലും ആ വീട്ടിൽ താമസിക്കാൻ അവൾക്ക് മാനസികമായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവൾ ആ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അവൾക്ക് യഥാർത്ഥമായ സ്നേഹം കിട്ടുന്ന ഒരാളവൾ കണ്ടു. അപ്പോൾ അയാളുടെ കൂടെ പോയി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് വർദ്ദത്തുൽ ഹാനി പറയാണ്, ഫഖറജ്തു മിൻ മൻസിലി റഷീദ് ബിൻ നുഅ്മാൻ. റഷീദ് ബിൻ നുഅ്മാൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെട്ടു. ഖുറൂജൽ അസീരി മിൻ സിജ്നിഹി. ഒരു ബന്ദിയാക്കപ്പെട്ട ആൾ ജയിലിൽ നിന്ന് പുറപ്പെടുന്നത് പോലെ ഞാൻ റഷീദ് ബിൻ നുഅ്മാൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. താരിഖത്തിൻ ഖൽഫി അൽ ഹുല വൽ ഹുലൽ എന്ന് പറഞ്ഞ താരിഖത്തിൻ ഖൽഫി എൻ്റെ പിറകിൽ ഉപേക്ഷിച്ചുകൊണ്ട് അൽ ഹില ആഭരണങ്ങളെയും അൽ ഹുലൽ എന്ന് പറഞ്ഞാൽ ഹുല്ലത്ത് വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ പുറപ്പെട്ടു. അതുപോലെ വൽ ഖിദമ ഈ സേവകരൊക്കെ ഖാദിമ്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വൽ മർക്കബാത്തി വാഹനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ റഷീദ് ബിൻ നുഅ്മാൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. വജിഅ്തു ബൈത ഹബീബി അൽ ഖാലി മിൻ റിയാഷ്. അങ്ങനെ വജിഅ്തു ബൈത ഹബീബി, ഞാൻ എൻ്റെ സ്നേഹിതൻ്റെ വീട്ടിലേക്ക് ചെന്നു. അൽ ഖാലി മിൻ റിയാഷ്, ആ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ ആരാ? അൽ ഖാലി മിൻ റിയാഷ്, അലങ്കാരങ്ങളിൽ നിന്നും ഒഴിവായിട്ടുള്ള, അലങ്കാരങ്ങളൊന്നുമില്ലാത്ത എൻ്റെ സ്നേഹിതൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നു. അൽ മംലു മിൻ റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നിറക്കപ്പെട്ട എൻ്റെ സ്നേഹിതൻ. പിന്നെ വഅന ആലിമത്തിൻ ബി അന്നനി ലം അഫ്അൽ ഗൈറൽ ഹഖിൽ വാജിബ്. വഅന ആലിമത്തിൻ, എനിക്കറിയാം എന്ത്, ബി അന്നനി ലം അഫ്അൽ ഗൈറൽ ഹഖിൽ വാജിബ്, യഥാർത്ഥമായും നിർബന്ധമായിട്ടും ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം അല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് അറിയാം. എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ നിന്ന് പോരേണ്ടത് അനിവാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. കാരണം അന്ന മശിഅത്ത സമാ, നിശ്ചയമായും ആകാശത്തിൻ്റെ വിധി അല്ലെങ്കിൽ ആകാശത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദൈവികമായ ഉദ്ദേശം ലൈസത്ത്, അതല്ല ബി അൻ അഖ്തുഅ ജിനാഹിയ ബിയദി, ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് തന്നെ എൻ്റെ ചിറക് വെട്ടുക എന്നുള്ളത് ദൈവികമായ വിധിയല്ല. അതുപോലെ വാർത്തമി അല റമാദി ഹജിബത്തൻ റഅസി ബി സഅദി, എൻ്റെ കൈകൾ കൊണ്ട് എൻ്റെ താടി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ തല പിടിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ മണ്ണിലിടുക എന്നുള്ളതും ദൈവത്തിൻ്റെ വിധിയല്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയില്ല ഒരു മനുഷ്യനെ കുറിച്ച് എന്നാണ് പറയണത്. സാക്കിബത്തിൻ ഹുഷാഷതി മിൻ അജ്ഫാനി, അതുപോലെ സാക്കിബത്തിൻ ഹുഷാഷതി, എൻ്റെ ശേഷിക്കുന്ന ജീവനെ ഇങ്ങനെ പുറന്തള്ളിക്കൊണ്ട് മിൻ അജ്ഫാനി, എൻ്റെ കൺപോളകളിൽ നിന്ന്, എങ്ങനെ ഖായിലത്തിൻ പറഞ്ഞുകൊണ്ട് ഹാദാ നസീബി മിനൽ ഹയാത്ത്, ഇതാണ് ജീവിതത്തിലെ എൻ്റെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അവസാനത്തെ ശേഷിക്കുന്ന ജീവനും എൻ്റെ കൺപോളകളിലൂടെ പുറപ്പെടുവിച്ചുകൊണ്ട് ആ വീട്ടിലിങ്ങനെ നിൽക്കുക എന്നുള്ളതൊന്നും ദൈവിക വിധിയല്ല, അതൊന്നും ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയില്ല. നിശ്ചയമായും ആകാശം ലാ തുരീദു അൻ അസ്രിഫൽ ഉംറ, ഞാൻ എൻ്റെ ആയുസ്സിനെ ചെലവഴിക്കാൻ ആകാശവും ഉദ്ദേശിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവം ഞാൻ എൻ്റെ ആയുസ്സിനെ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ സ്വാരിഖത്തൻ മുതവജ്ജഅത്തൻ, വേദനിക്കുന്നവളായിട്ടും ഒച്ചവെക്കുന്നവളൊക്കെ ആയിട്ട് ഫില്ലയാലി, രാത്രികളിൽ പിന്നെ ഇങ്ങനെ വേദനിച്ച് പ്രയാസപ്പെട്ട് ഒച്ചവെച്ച് നിൽക്കുന്നവളായിട്ട് ഖായിലത്തൻ, ഇങ്ങനെ പറയുകയും ചെയ്തുകൊണ്ട് മത്തയജി ഉൽ ഫജ്റു, എപ്പോഴാണ് പ്രഭാതം വരിക എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയിൽ ഒച്ചവെച്ച് വേദനിച്ച് കഴിയുക എന്നുള്ളതൊന്നും ആകാശം ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയില്ല. അതുപോലെ ഫഇൻദമ യജി ഉൽ ഫജ്റു, ഫജ്ർ വരുന്ന സമയത്ത്, പ്രഭാതം വരുന്ന സമയത്ത് അഖൂലു, ഞാൻ പറയുകയും ചെയ്യുക, മതയൻ ഖദീഹാദൻ നഹാർ, ഈ പകലെപ്പോഴാണ് അവസാനിക്കുക എന്ന് ഇങ്ങനെ ഒച്ചവെച്ചുകൊണ്ട് പകലിൽ ചെലവഴിക്കാനും പകലിൽ എൻ്റെ ആയുസ്സിലെ പകലുകളെ ചെലവഴിക്കാനൊന്നും ആകാശം ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയില്ല. നിശ്ചയമായും ആകാശം ലാ തുരീദു അൻ അക്കൂന ഇൻസാനൻ തഈസ, ഞാനൊരു ഹതഭാഗ്യയായ ഒരു മനുഷ്യനാകാനും ദൈവം അല്ലെങ്കിൽ ആകാശം ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയില്ല. ലിഅന്നഹ, നിശ്ചയമായും നിശ്ചയമായും ഈ ആകാശം അല്ലെങ്കിൽ ദൈവികമായ വിധി എന്നുള്ളത് വളഅത് ഫി അഅ്മാഖിഹി, അതതിൻ്റെ ആഴങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ളത് അൽ മൈല ഇല സഅദതി, വിജയത്തിലേക്കുള്ള ചായ്വിനെയാണ്, അല്ലാതെ പരാജയത്തിലേക്ക് ഒരിക്കലും അത് ചായുകയില്ല. വിജയത്തിലേക്കുള്ള ചായ്വിനെയാണ് അതതിൻ്റെ ആഴത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. കാരണം ലിഅന്നഹു ബിസഅദത്തിൽ ഇൻസാനി യതമജ്ജദുല്ലാഹ്, അള്ളാഹുവിൻ്റെ മജ്ദ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഔന്നത്യമൊക്കെ വെളിവാവലപ്പോഴാണ് അത് മനുഷ്യൻ്റെ വിജയത്തിലാണ്. മനുഷ്യൻ വിജയിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഔന്നത്യം വെളിവാവുക. അപ്പോൾ വിജയത്തിലേക്കാണ് ദൈവികമായ വിധിക്ക് കൂടുതൽ ചായ്വുണ്ടാവുക, അല്ലാതെ പരാജയത്തിലേക്കല്ല എന്നാണ് വർദ്ദത്തുൽ ഹാനി പറയുന്നത്. എന്നിട്ട് അതൊക്കെ പറഞ്ഞതിന് ശേഷം അവൾ പറയാണ്, ഹാദിഹി ഹിയ ഹികായതി അയ്യുഹർ റജുൽ, ഏ പുരുഷ, ഇതൊക്കെയാണ് എൻ്റെ സംഭവങ്ങൾ, എൻ്റെ കഥകൾ, എൻ്റെ ജീവിത കഥകൾ ഇതൊക്കെയാണ്. ഓതറോട് പറയാണ്,
പിന്നെ വഹാദ ഇഹ്തിജാജി അമാമസ്സമാ ഇവൽ അർള്, എന്നെ ആക്ഷേപിക്കുന്ന ഭൂമിയിലുള്ള ആളുകളോടും എനിക്കെതിരെ പിന്നെ അതുപോലെ എൻ്റെ ദൈവത്തിന് മുമ്പിലൊക്കെ ഉള്ള എൻ്റെ തെളിവുകളും ഈ കഥകളൊക്കെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇയാൾ ഒഴിവാക്കി പോയത് എന്നുള്ളതിന് ജനങ്ങളോട് പറയാനുള്ളതും ദൈവത്തിനോട് പറയാനുള്ളതുമായ എൻ്റെ അടുക്കലുള്ള തെളിവുകൾ ഞാൻ ഈ പറഞ്ഞ എൻ്റെ ദാരുണമായ ഈ കഥകൾ തന്നെയാണ്. അന ഉറദ്ദിദുഹു, ഞാനിതിനിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. വാതറന്നമബിഹി, ഞാൻ അതിനിങ്ങനെ ആലപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. വന്നാസ്യു, പക്ഷേ വന്നാസ്യു ലക്കുന ആധാരഹും, പക്ഷേ ജനങ്ങളൊക്കെ അവരുടെ ചെവികൾ അടച്ചിരിക്കുകയാണ്. വലസ്മോൻ, അവർ ഈ പറഞ്ഞതിനൊന്നും കേൾക്കുന്നില്ല. ലഅന്നഹും യഖ്ശൗന സൗറത അർവാഹിഹിം, അവരവരുടെ ആത്മാവിൻ്റെ പിന്നെ ആ ഒരു പിന്നെ ഒരു ആത്മാവിൻ്റെ ഒരു ചാഞ്ചാട്ടത്തെ, അല്ലെങ്കിൽ എന്താ പറയുക, സൗറത്ത് എന്ന് പറഞ്ഞാൽ വിപ്ലവം എന്നൊക്കെ പറയാം. പക്ഷേ ലഅന്നഹും യഖ്ശൗന സൗറത അർവാഹിഹിം, അവരുടെ ആത്മാവുകൾ പൊട്ടിപ്പുറപ്പെടുന്നതിന് അവരെന്താകുന്നു, ഭയപ്പെടുന്നു. വയഖാഫൂന, അതുപോലെ അവർ ഭയപ്പെടുന്നു. അന്തതസഅസഅ ഉസസ ജാമിഅതിഹിം, അവരുടെ ആ സമൂഹത്തിൻ്റെ അടിസ്ഥാനം ഇളകുന്നതിനെയും അവർ ഭയപ്പെടുന്നു. വതഹ്ബിതു അലാ റൂസിഹിം, അവരുടെ നേതൃത്വമൊക്കെ തകർന്നു വീഴുന്നതിനെയൊക്കെ അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഇവർ ഞാനീ പറയുന്ന കാര്യങ്ങളൊന്നും അവർ കേൾക്കുകയോ അതിന് ചെവി കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഹാദിഹി ഹിയൽ ഉഖ്ബ, ഇതാണ് ഒരു ഘട്ടം. അല്ലത്തി സിർതു അലൈഹ, ഞാൻ പിന്നെ കടന്നുപോയിട്ടുള്ള ആ ഒരു ഘട്ടം ഇതാണ്. ഹത്താ ബലഗതു ഖുമ്മത സഅദതി, അങ്ങനെ അതിലൂടെ കടന്നുപോയിക്കൊണ്ട് ഞാൻ എൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും ഉയർച്ചയിലെത്തി. ഞാനെത്തി. വലൗജ അൽ മൗത്ത്, എന്നിട്ട് ഇനി മരണം വരികയാണെങ്കിൽ വഖ്തുഫനി അൽ ആൻ, എന്നെ മരണം ഇപ്പോൾ പിടികൂടുകയാണെങ്കിലും വഖഫ്തു റൂഹി അമാമൽ അർശി, ലവഖഫ്തു റൂഹി അമാമൽ അർശിൽ അലാ ബിലാ ഖൗഫിൻ വലാ വജൽ. ലവഖഫ്തു റൂഹി, ഞാൻ എൻ്റെ ആത്മാവ് നിൽക്കും. അമാമൽ അർശി, അർശിൻ്റെ മുമ്പിൽ, അല്ലാതെ ഏറ്റവും ഉയർന്ന അർശിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ദൈവിക സന്നിധിയിൽ എൻ്റെ ആത്മാവ് നിൽക്കും. ബിലാ ഖൗഫിൻ വലാ വജൽ, ഒരു പേടിയോ ശങ്കയോ ഒന്നും കൂടാതെ എൻ്റെ ആത്മാവ് ദൈവത്തിന് മുമ്പിൽ നിൽക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം എനിക്ക് ചെയ്ത കാര്യത്തിൽ എനിക്ക് കുറ്റബോധമൊന്നുമില്ല, ഞാൻ ചെയ്തത് ശരിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ എനിക്ക് നിൽക്കാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല, ഞാൻ ധൈര്യത്തോടു കൂടി തന്നെ നിൽക്കും എന്നാണ് പറഞ്ഞത്. ബൽ ബി ഫർഹിം വ അമൽ, സന്തോഷം എന്നല്ല, സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും ഞാൻ അവിടെ നിൽക്കും. എന്നിട്ട് പറയാം, വൻഹല്ലത്ത് ലഫായിഫ് ലമീരി, എൻ്റെ ഹൃദയത്തിൻ്റെ ചുരുളുകളൊക്കെ എഴിഞ്ഞു പോയിട്ടുണ്ട്. അമാമ ദിയാനിൽ ആഴം, ദിയാനിൽ ആഴം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ചുരുളുകളൊക്കെ എഴിഞ്ഞു പോയിട്ടുണ്ട്. ഒമാനത്തിന് കയ്യത്തൻ കസൽജി, ആ ഹൃദയം ഒരു മഞ്ഞ് പോലെ പവിത്രമാവുകയും ചെയ്തിരിക്കുന്നു. അന്യനെ നിശ്ചയമായും ഞാൻ ലം അഫ്അൽ ഗൈറ മശീഅത്തിൻ നഫ്സി, ഞാനൊരു ആ മശീഅത്തിൻ നഫ്സില്ലദീ ഫസലഹ അല്ലാഹു അൻ ദാതിഹി, ആ ഒരു അള്ളാഹുവിൻ്റെ ദാത്തിൽ നിന്ന് വേർപ്പെടുത്തിയിട്ടുള്ള ആ ഒരു നഫ്സിൻ്റെ മശീഅത്തിനെ അല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണല്ലോ ആത്മാവ് എന്നുള്ളത്. അപ്പോൾ ആ ആത്മാവിൻ്റെ ഉദ്ദേശം അല്ലാതെ, അത് ഉദ്ദേശിച്ചൊരു കാര്യമല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. വലം അത്തബിഅ ഗൈറ നിദാഇൽ ഖൽബി, ഞാൻ ഹൃദയത്തിൻ്റെ വിളിയെ അല്ലാതെ ഞാൻ പിന്തുടർന്നിട്ടുമില്ല. വസുദ അഗാനിൽ മലായിക, മാലാഖമാരുടെ സംഗീതങ്ങളുടെ പിന്നെ പ്രതിധ്വനികളെയും അല്ലാതെ ഞാൻ പിന്തുടർന്നിട്ടുമില്ല എന്ന് വർദ്ധത്തുൽ ഹാൻ പറയാണ്. അപ്പോൾ ഇവർ പറഞ്ഞത് എൻ്റെ ആത്മാവ് എന്നുള്ളത് ദൈവത്തിൽ നിന്നും പിരിഞ്ഞു വന്നൊരു സംഭവമാണ്. അപ്പോൾ ആത്മാവ് ഉദ്ദേശിച്ചൊരു കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ എൻ്റെ ഹൃദയം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുപോലെ മാലാഖമാരുണ്ടാക്കുന്ന അവരുടെ സംഗീതങ്ങളുടെ പ്രതിധ്വനികളെയുമാണ് ഞാൻ പിന്തുടർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ചെയ്തതൊക്കെ ശരിയാവും എന്നുള്ളവരുടെ ശുഭാപ്തി വിശ്വാസം അവർ പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഹാദിഹി ഹിയ റിവായത്തി, ഇതാണ് എൻ്റെ കഥ, എൻ്റെ ഒരു ജീവചരിത്രം എന്നുള്ളത് ഇതാണ്. അല്ലതി യഹ്സിബുഹ സുക്കാന ബെയ്റൂത്ത്, എങ്ങനെയുള്ള കഥയാണ്. യഹ്സിബുഹ സുക്കാന ബെയ്റൂത്ത്, ബെയ്റൂത്തിലെ താമസക്കാർ, നമ്മൾ പറഞ്ഞത് ഇവരൊക്കെ ലബനാൻകാരാണ്. ലബനാനിൻ്റെ സ്ഥലമാണല്ലോ ബെയ്റൂത്ത് എന്നുള്ളത്. അപ്പോൾ ലബനാനിലത്തെ ആൾക്കാരാണെന്ന് നമ്മൾ പറഞ്ഞത് തുടക്കത്തിൽ. അപ്പോൾ യഹ്സിബുഹ സുക്കാൻ ബെയ്റൂത്തിലെ താമസക്കാർ അതിനെ വിചാരിക്കുന്നു ലഅനതൻ ഫി ഫമിൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ വായയിൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇതൊരു ശാപമായിട്ടാണ് അവരിതിനെയൊക്കെ വിചാരിക്കുന്നത്. വഇല്ലതൻ ഫി ജിസ്മിൽ ഹൈഅത്തിൽ ഇജ്തിമാഇയ്യ, ഒരു സാമൂഹിക സിസ്റ്റത്തിൽ ഇതൊരു പിന്നെ ഒരു മോശം സ്വഭാവമാണ്, അല്ലെങ്കിൽ ഇല്ലത്താണ് രോഗം എന്നാണ്. അപ്പോൾ സാമൂഹിക സിസ്റ്റത്തിന് യോജിക്കാത്ത, അതിനോട് പൊരുത്തപ്പെടാത്തൊരു സംഭവമായിട്ടൊക്കെയാണ് അവരിതിനെ വിചാരിക്കുന്നത്. പക്ഷേ വലാക്കിന്നഹും
എങ്കിലും അവർ സൗഫയന്തിമോൻ, അവർ ശേഷം ഖേദിക്കും. കുറച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഖേദിക്കും. എന്തമാ തുനബിഹുൽ അയ്യാമു, എന്താണ് ദിവസങ്ങൾ, കാലങ്ങൾ അവരെ ഓർമ്മിപ്പിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ കാലങ്ങൾ അവരെ ഉണർത്തി കൊടുക്കുമ്പോൾ, മഹബത്തി, സ്നേഹത്തിനോടുള്ള സ്നേഹം. എന്താണ് സ്നേഹം? സ്നേഹത്തിന് ഇഷ്ടപ്പെടാനുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ കാലം അവർക്ക് കൊടുക്കുമ്പോൾ അവർ ഖേദിക്കും. ഫി ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ കാലം തോന്നിപ്പിച്ചു കൊടുക്കുമ്പോൾ, അൽ മുസ്ലിമ, അക്രമാസക്തമായ ഇരുളടഞ്ഞ അവരുടെ ഹൃദയങ്ങളിൽ കാലം സ്നേഹത്തിനോടുള്ള ഇഷ്ടത്തിന് തോന്നിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരൊക്കെ ഖേദിക്കും. ഏതുപോലെ ഷംസു അസ്സുഹൂറ മിൻ ബത്നിൽ അർളി, ഭൂമിയുടെ ഉള്ളിൽ നിന്നും സൂര്യൻ പുഷ്പങ്ങളെ മുളപ്പിക്കുന്നത് പോലെ കാലം അവരുടെ ഹൃദയത്തിൽ സ്നേഹത്തിനോടുള്ള ഇഷ്ടം തോന്നിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരൊക്കെ ഖേദിക്കും. എങ്ങനെയുള്ള ഭൂമിയാണ്? അൽ മംലൂഉ മിൻ ബഖായൽ അംവാത്ത്, മരിച്ചുപോയ മയ്യിത്തുകളുടെ മൃതശരീരങ്ങളുടെ ശേഷിപ്പുകൾ കൊണ്ട് നിറക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് സൂര്യൻ പുഷ്പങ്ങളെ മുളപ്പിക്കുന്നത് പോലെ അവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ സ്നേഹത്തിനോടുള്ള ഇഷ്ടം കാലം തോന്നിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ ഖേദിക്കും എന്നാണ് പറഞ്ഞത്. ഫയഖിഫു ഇദാക ആബിറു തുരീഖ് ബിജാനിബി ഖബ്രി, ഫയഖിഫു ഇദാക, ആ സമയത്ത്, ആ ഒരു കാലഘട്ടത്തിൽ നിൽക്കും. ആബിറു തുരീഖ്, വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ, ബിജാനിബി ഖബ്രി, എൻ്റെ ഖബറിൻ്റെ ചാരത്തവർ നിൽക്കും. എന്നിട്ട് വയൽഖി അലൈഹിസ്സലാം, ആ ഖബറിൻ്റെ മേൽ അവർ സലാം ചൊല്ലും. ഖായിലൻ, അവർ പറഞ്ഞുകൊണ്ട്, ഹാഹുന, ഇവിടെയാണ് റഖദത്തു വർദത്തുൽ ഹാനി, ഇവിടെയാണ് വിശ്രമിക്കുന്നത്, ഇവിടെയാണ് അവർ ഉറങ്ങുന്നത്. അല്ലത്തി, അങ്ങനെയുള്ള വർദത്തുൽ ഹാനിയാണ് ഹററത്ത് അവാതിഫഹ മിൻ ഉബൂദിയ്യത്തി ശറാഇ, നിയമങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് അവരുടെ വികാരങ്ങളെ, അല്ലെങ്കിൽ അവരുടെ ഇച്ഛകളെ മോചിപ്പിച്ച് സ്വതന്ത്രമാക്കി വർദത്തുൽ ഹാനി ഇവിടെയാണ് ഉറങ്ങുന്നത്. എങ്ങനെയുള്ള നിയമങ്ങൾ? അൽ ബശരിയ അൽ ഫാസിദ, മാനുഷികമായ തിന്മയായ നിയമങ്ങളുടെ അടിമത്തത്തിൽ നിന്നും അവരുടെ ശരീരത്തെ മോചിപ്പിച്ച വർദത്തുൽ ഹാനി ഇവിടെയാണ് ഉറങ്ങുന്നത്. അവരിവിടെയാണ് അന്ധവിശ്രമം കൊള്ളുന്നത്. എന്തിനാണ് അവർ മോചിപ്പിച്ചത്? ലിതഹിയ ബിനാമൂസിൽ മഹബ്ബത്തി അശ്ശരീഫ, പവിത്രമായ സ്നേഹത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ വേണ്ടി. അതുപോലെ വഹബ്ബലത് വജ്ഹഹ, ആ വർദത്തുൽ ഹാനി അവരുടെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. നഹ്വ ശംസി, സൂര്യന് നേരെ. എന്തിനാണ്? കൈലാത്തറ ളില്ല ജസദിഹ, അവളുടെ ശരീരത്തിൻ്റെ നിഴലിനെ അവൾ കാണാതിരിക്കാൻ വേണ്ടി. ബൈനൽ ജമാജിമി, ജുമത്ത് ജമാജിമി എന്ന് പറഞ്ഞാൽ സ്കള്, തലയോട്ടിയിലെ, അപ്പോൾ തലയോട്ടികൾക്കിടയിലും വൽ അശ്വാക്കി, മുള്ളുകൾക്കിടയിലും അവരുടെ നിഴലുകളെ കാണാതിരിക്കാൻ വേണ്ടി സൂര്യനെ നോക്കി നടന്ന ആ വർദത്തുൽ ഹാനി ഇവിടെയാണ് വിശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് കുറച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ മനസ്സിലാകും എന്താണ് ഇപ്പോൾ ഈ കാലത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുരുഷാധിപത്യമാണ്. പുരുഷനാണെല്ലാം, പുരുഷനെ അടിമപ്പെട്ട് സ്ത്രീ കഴിയണം എന്നുള്ളൊരു രൂപമാണ്. പക്ഷേ ഇനി കുറച്ച് കഴിഞ്ഞാൽ സ്നേഹമുള്ളിടത്തേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എല്ലാവർക്കും ആവശ്യം സ്നേഹമാണ് എന്ന് കാലം അവരെ പഠിപ്പിക്കുമ്പോൾ അവരന്ന് എന്നെ ഓർക്കും, എൻ്റെ ഖബറിൻ്റെ അടുക്കൽ വന്ന് അവർ സലാം പറയും. എന്നിട്ട് പറയും, അന്ന് ആ ഒരു സ്നേഹത്തിനും സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി പോരാടിയിട്ടുള്ള വർദത്തുൽ ഹാനിയാണ് ഇവിടെ കിടക്കുന്നത് എന്നവർ അന്ന് എന്നെക്കുറിച്ച് ഓർക്കും എന്നൊരു പ്രത്യാശ പങ്കുവെക്കുകയാണ് വർദത്തുൽ ഹാനി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് ഇവിടെ നിർത്താം, ബാക്കി അടുത്ത പീരീഡ് എടുക്കാം. അസ്സലാമു അലൈക്കും.